എൻഗേജ് ചെയ്യണം കേട്ടോ. ടൈം ടു ടൈം ഇതാണ് ഓടിക്കൊണ്ടിരിക്കുമോ പടം 2.5 മണിക്കൂറാണെങ്കിലും വലിയ ലാഗോ അങ്ങനെയൊന്നുമില്ല. പക്കയായിട്ട് പോകും. പുലിമുരുകനിൽ അദ്ദേഹം തുടങ്ങി വെച്ചത് ഇതിലിപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഒരു ഹൈപ്പർ മാസ് ആക്ഷൻ ഏറ്റവും പൊളി. മറ്റേ പുലിമുരുകനിലെ അവസാനത്തെ ക്ലൈമാക്സ് ഫൈറ്റില്ലേ, അതുപോലെ തന്നെ നല്ല സിനിമ. കൊള്ളാം, അടിപൊളി സിനിമയാണ്. അതിൻ്റെ ക്ലൈമാക്സ് ട്വിസ്റ്റൊക്കെ ഉണ്ട്. നല്ല ഫൈറ്റ് സീൻസ് ഒക്കെ ടോപ്പാണ്. കൊള്ളാം, നല്ല പടം. മസ്റ്റ് വാച്ച്, തിയേറ്റർ വാച്ച്. അവസാനത്തെ ട്വിസ്റ്റ് ഉള്ളായിരുന്നു. അവസാനത്തെ ഒരു സാധനമുണ്ട്, നമ്മളത് പ്രതീക്ഷിച്ചില്ല. അത് കൊള്ളാം. ഇതാണ് നമുക്കിവിടെ ആ ഒരു രീതിയിൽ പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ നന്നായിട്ടുണ്ട്. കുറേ നാളുകൂടി പുള്ളിയാണ് പടങ്ങളാണെങ്കിലും അത്രയും എൻഗേജ് ചെയ്യണം കേട്ടോ. ടൈം ടു ടൈം ഇതാണ് ഓടിക്കൊണ്ടിരിക്കുമോ പടം 2.5 മണിക്കൂറാണെങ്കിലും വലിയ ലാഗോ അങ്ങനെയൊന്നുമില്ല. പക്കയായിട്ട് പോകും. വില്ലൻ അയാളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയാളുടെ മറ്റേ ഗരുഡകമ്പനായിട്ട് ശിവവാഹനൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അയാൾ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. പിന്നെ അവസാനത്തെ ഒരു സാധനം ഞാനത് പ്രതീക്ഷിച്ചില്ല, ആരും പ്രതീക്ഷിച്ചില്ല. അത് കൊള്ളാം. നല്ല പടം. സിനിമയിൽ ഫൈറ്റൊക്കെ അടിപൊളിയാണ്. അതാണ് ഏറ്റവും പൊളി. മറ്റേ പുലിമുരുകനിലെ അവസാനത്തെ ക്ലൈമാക്സ് ഫൈറ്റില്ലേ, അതുപോലെ തന്നെ വില്ലൻ കൊള്ളാം, നന്നായിട്ടുണ്ട്. കൊള്ളാം കേട്ടോ. നല്ല പടമാണ്. അതിൻ്റെ ക്ലൈമാക്സ് ട്വിസ്റ്റൊക്കെ ഉണ്ട്. നല്ല ഫൈറ്റ് സീൻസ് ഒക്കെ ടോപ്പാണ്. കൊള്ളാം, നല്ല പടം. മസ്റ്റ് വാച്ച്, തിയേറ്റർ വാച്ച്. പടം ഒരു ഹൈപ്പർ മാസ് ആക്ഷൻ സിനിമയാണ്. മിഥുൻ മാനുവൽ തോമസിൻ്റെ നല്ലൊരു എഴുത്താണ്. എഴുത്തിനോടൊപ്പം തന്നെ വൈശാഖ് എന്നൊരു ആക്ഷൻ ഡയറക്ടർ പുലിമുരുകനിൽ അദ്ദേഹം തുടങ്ങി വെച്ചത് ഇതിലിപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഒരു ഹൈപ്പർ മാസ് ആക്ഷൻ മസാലയാണ്. ക്ലൈമാക്സ് ഫൈറ്റ് വൈശാഖ് പുലിമുരുകനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫൈറ്റ് വൈശാഖിൻ്റെ അടുത്ത ചിത്രങ്ങളിലും തുടരുന്നു. അത് തന്നെ ഇപ്പോഴും തുടരുന്നു. അത് കഴിഞ്ഞൊരു പുലിമുരുകൻ കണ്ടുകൊണ്ട് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് ഒരു ഹൈപ്പർ മസാല ആക്ഷൻ അത്രയേ ഉള്ളൂ. മമ്മൂട്ടി നന്നാക്കിയിട്ടുണ്ട്, നായിക നന്നാക്കിയിട്ടുണ്ട്. മിഥുൻ മാനുവൽ തോമസിൻ്റെ സ്ക്രിപ്റ്റും നല്ലതാണ്. അത്രയേ ഉള്ളൂ. ഒരു ആക്ഷൻ പടം, ഹൈപ്പർ ആക്ഷൻ. വില്ലൻ എപ്പോഴും വൈശാഖിൻ്റെ വില്ലന്മാരെ അവതരിപ്പിക്കുന്നതിന് വളരെ നല്ല രീതിയിലാണ് വില്ലന്മാരെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിലും ആ മികവ് ഈ വില്ലനും പുലർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്ന ചില മാസ് ഡയലോഗുകൾ വളരെ ക്യാച്ചിങ് ആണ്, ട്രസ്റ്റ്വർത്തിയാണ്. നല്ല മൂവി, വൈശാഖ് മൂവി. പക്ഷേ എടുത്ത് പറയേണ്ടത് കുറേ കാര്യങ്ങൾ എടുത്ത് പറയട്ടെ. ഒരു റൈസിങ് നന്നായിട്ടുണ്ട്, നല്ലൊരു സ്റ്റോറിയുണ്ട്, നല്ലൊരു റിലേഷൻഷിപ്പിൻ്റെ ഒരു കഥ, ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ. I think it's a very perfect. This is the last and the first.